നമസ്കാരം, വി ഡി ബിൻഡോയാണ്. പ്രിയമുള്ളവരെ, കാർഷിക മേഖലയിൽ വന്യമൃഗങ്ങളുടെ വിളയാട്ടം നടത്തുന്നത് ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പോലും കണ്ണൂർ ജില്ലയിലെ കരിക്കോട്ടക്കരിയിൽ കാട്ടാന ഇറങ്ങി നിരവധി കർഷകരുടെ കാർഷിക വിളകൾ നശിപ്പിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ആദ്യമെല്ലാം കാട്ടാനയുടെ വിളയാട്ടം അല്ലെങ്കിൽ കാട്ടാന കൃഷി നശിപ്പിക്കുന്നു, കാട്ടാന മനുഷ്യരെ കൊല്ലുന്നു എന്നുള്ളതൊക്കെ നാം കേട്ടത് വയനാട് ജില്ലയിലും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുമൊക്കെയാണ് നാം കേട്ടുപരിചയമുള്ളത്. വയനാട് ജില്ലയിൽ കർഷകരുടെ കൃഷി മേഖലയെ മുഴുവൻ കാട്ടാന നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ വയനാട്ടിലെ കർഷകരെയും ആദിവാസികളെയും കാട്ടാന കൊല്ലുന്നു എന്ന് ഈ കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ അധിവസിക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾ ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചത്, ഇത് വയനാട്ടുകാരുടെ പ്രശ്നമല്ലേ, അത് ഇടുക്കിക്കാരുടെ പ്രശ്നമല്ലേ, അത് നമ്മളെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ആദ്യം വിലയിരുത്തിയതെങ്കിൽ അധികം താമസിയാതെ തന്നെ കണ്ണൂർ ജില്ലയിലെ ആർലം ഫാമിലെ ആദിവാസി സെറ്റിൽമെൻറ്റ് മേഖലയിലേക്ക് ഈ വന്യമൃഗങ്ങൾ വരികയും ആദിവാസികളെ തന്നെ കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലും കാട്ടാന ആദിവാസികളെ കൊല്ലുമ്പോൾ നമ്മളെല്ലാം പറഞ്ഞു, അത് ആർലം ഫാമിലല്ലേ, ആർലം ഫാമിലെ ആദിവാസികളെയല്ലേ കൊല്ലുന്നത്, അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം മാറി നിന്നു. എന്നാൽ അതേ കാട്ടാന അല്ലെങ്കിൽ എന്നാൽ ആ കാട്ടാനകൾ ഇപ്പോൾ നമുക്കറിയാം ഉളിക്കൽ ടൗണിൽ വെച്ച് ഒരു കർഷകനെ കൊല്ലുന്നു, അല്ലെങ്കിൽ പെരിങ്കിരിയിൽ വെച്ച് മറ്റൊരു കർഷക സ്ത്രീയെ പള്ളിയിൽ പോകുമ്പോൾ കൊല്ലുന്നു. അതുപോലെ കാട്ടാന ഇരിട്ടി ടൗണിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് കാട്ടാന കടന്നു വരുന്നു, മുഴക്കുന്നിലേക്ക് കാട്ടാന എത്തുന്നു, കണിച്ചാറിലേക്ക് കാട്ടാന എത്തുന്നു. അങ്ങനെ ജനങ്ങൾ അധിവസിക്കുന്ന, ഇടതൂർന്ന ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയിലേക്കൊക്കെ ഈ കാട്ടാനകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തിലാണ് സാധാരണ ജനങ്ങൾക്ക് ഈ കാട്ടാനയുടെ ഭീഷണിയിൽ നിന്ന് മോചനം വേണമെന്ന മുറവിളി നമ്മുടെ സമൂഹത്തിലാകെ ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് ഈ കാട്ടാനയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ജൈവവേലി നിർമ്മിക്കുക എന്ന ഒരാശയമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കാട്ടാനയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വൈദ്യുതി വേലി നിർമ്മിച്ചു, ആ വൈദ്യുതി വേലി കാട്ടാന പൊളിച്ചു കളഞ്ഞു. അതല്ലെങ്കിൽ സൗരോർജ്ജ വേലി നിർമ്മിച്ചു, വൈദ്യുതി വേലി നിർമ്മിക്കാൻ പരാജയപ്പെട്ടിടത്ത് സൗരോർജ്ജ വേലി നിർമ്മിച്ചു, കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു. പക്ഷേ ആ സൗരോർജ്ജ വേലി വിജയിച്ചില്ല. അതുപോലെ ആന മതിലുകൾ നിർമ്മിച്ചു, പല ആന മതിലുകളും ആന പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ ആ മതിലുകളുടെ കാലപ്പഴക്കം കഴിയുമ്പോൾ അല്ലെങ്കിൽ പൊളിഞ്ഞു പോകുന്നു. അങ്ങനെ ഇവിടെ ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടുകളിലൂടെ അഴിമതി നടക്കുകയാണ്. ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ ഇതെല്ലാം ചേർന്നുകൊണ്ട് നടക്കുന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്. അങ്ങനെ അഴിമതിയുടെ വിളനിലമായി ഈ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനെന്ന പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ അഴിമതിയിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ വയ്ക്കുന്ന ഒരു നിർദ്ദേശം ജൈവവേലി നിർമ്മിക്കണം എന്നുള്ളതാണ്. ജൈവവേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, തേനീച്ചയെ വളർത്തുന്നതിന് വേണ്ടി, നല്ല കുത്തുന്ന ഈച്ചയെ വളർത്തുന്നതിന് വേണ്ടി വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കർഷകർക്ക് ഈ തേനീച്ചയെ നൽകിക്കഴിഞ്ഞാൽ അത് സൗജന്യമായിട്ട് കൊടുക്കണം, സബ്സിഡി ആയിട്ട് കൊടുത്താൽ പോരാ. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കർഷകർക്ക് ഈ തേനീച്ചയെ വളർത്താനുള്ള ട്രെയിനിങ് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ട്രെയിനിങ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈച്ചയും തീറ്റയുമൊക്കെ സൗജന്യമായി കൊടുക്കുക. അങ്ങനെ സൗജന്യമായി കൊടുത്തിട്ട് ആ തേനീച്ചയെ വളർത്തുമ്പോൾ ഈ കാട്ടാന അങ്ങോട്ട് വരാതിരിക്കും. മാത്രമല്ല, ഈ തേനീച്ചയുടെ തേനും അതുപോലെ തന്നെ ഇതിൻ്റെ മെഴുകും അത് വിൽക്കാൻ കർഷകർക്ക് സാധിക്കും. അതിനോടൊപ്പം തന്നെ കർഷകരുടെ കയ്യിൽ നിന്ന് ഈ തേനും മെഴുകും ഗവൺമെൻറ് സംഭരിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഗവൺമെൻറ് എക്സ്പോർട്ട് ചെയ്താൽ കർഷകർക്ക് നല്ലൊരു തൊഴിലവസരം കൂടി ഈ മേഖലയിൽ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി സാധിക്കും. അതുകൊണ്ട് അടിയന്തരമായി ഈ കാട്ടാനയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി തേനീച്ച വേലി നിർമ്മിക്കാൻ, ജൈവവേലി നിർമ്മിക്കാൻ ഈ കേരളത്തിലെ ഗവൺമെൻറ് മുൻകൈ എടുക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ ഘട്ടം ആഗ്രഹിക്കുകയാണ്. നല്ല മൂളുന്ന ഈച്ചയെ, നല്ല കുത്തുന്ന ഈച്ചയെ കർഷകർക്ക് വളർത്താൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കർഷകർ വളർത്തും എന്ന് മാത്രമല്ല, ആ ഈച്ച
ആനയുടെ ചെവിയിലോ ആനയുടെ തുമ്പിക്കൈയിലോ ആനയുടെ കണ്ണിലോ ഒക്കെ കുത്തുമെന്ന ഭയം കൊണ്ട് ഈച്ച മൂളുന്ന വഴിക്ക് പോലും ആന വരില്ല എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ പരീക്ഷണത്തിൽ തന്നെ ഇത് പാലക്കാട് തെളിയിച്ചതാണ്. പാലക്കാട് കർഷകർ അത് പരീക്ഷിച്ചിട്ടുണ്ട്, വയനാട്ടിൽ പരീക്ഷിച്ചിട്ടുണ്ട്, ഇടുക്കിയിൽ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ഇതിനു വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നില്ല. നമ്മുടെ ഗവൺമെൻറ് ഈച്ച കൊടുക്കുന്നില്ല, പെട്ടി കൊടുക്കുന്നില്ല, തീറ്റ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നൽകി കർഷകർക്ക് അനുകൂലമായ വിധത്തിലുള്ള ജൈവവേലി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകണം എന്ന് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.